ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഹർത്താൽ പ്രമാണിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, ചിക്കൻ ബിരിയാണി. അപ്പോൾ അതിനിടെ ചെറിയ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ബിരിയാണി ദമ്മിന് റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ പരിപാടി ഇതാണ്. ഒരു 5 പേർക്ക് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഘടന വഴി നമ്മൾ ഇടയ്ക്ക് ഫുഡൊക്കെ ഇവിടെ നിന്ന് അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. ഇത്തവണ നമ്മൾ നേരിട്ട് തന്നെ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കുറച്ച് പേർക്ക് നമ്മളുടെ കൈ കൊണ്ടൊരു ഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് പറ്റിയ ദിവസം ഇന്നാണ് കേട്ടോ. അപ്പോൾ അമ്മയും അമ്പാടി ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ, കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ഇവരൊക്കെയാണ്. ചേട്ടനുണ്ട്, പക്ഷേ ചേട്ടനും പല കാര്യങ്ങളുള്ളത് കൊണ്ട് ഇതിൽ നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ ഇവരൊക്കെ കട്ട സപ്പോർട്ടുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയും കൂടി സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. ഇപ്പം ദേശീയ പണി കൊടുക്കണം. അപ്പോൾ അത് കാരണം ഇന്ന് കുറേ പേർക്ക് ഭക്ഷണം കിട്ടാണ്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. സാധാരണ ഹോട്ടലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇതിൽ കിട്ടുമായിരിക്കും പാവപ്പെട്ടവർക്ക്. പക്ഷേ ഇന്ന് ചിലപ്പോൾ അതിനുള്ള ഓപ്ഷനും ഇല്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ അതിലൊരു 5 പീസ്, നമ്മുടെ 4 പേരുള്ളൂ, 5 പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം അല്ലേ? അതെ, അപ്പോൾ ഞങ്ങൾ കൊടുത്തിട്ട് വരാം. ഓക്കെ, നോക്കാട്ടെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ പണിമുടക്കായ കാരണം ഒരു കടയും തുറന്നിട്ടുണ്ടായിരുന്നില്ല, നമുക്കറിയാലോ. അപ്പോൾ ആദ്യം കണ്ടത് ഈ ചേട്ടനെയാണ്. അപ്പോൾ ഈ ചേട്ടനാണ് ആദ്യത്തെ ഫുഡ് നമ്മൾ കൊടുത്തത്. ഞങ്ങളപ്പോൾ അവിടെ എത്തിയപ്പോൾ 2:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം വരെ ആ ചേട്ടൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പോയിട്ടും ആൾക്കാരൊന്നും കണ്ടില്ല. അങ്ങനെ നമ്മൾ റിപ്പയർ സ്റ്റാൻഡിൻ്റെ അവിടെ ആ പള്ളി ഉണ്ടല്ലോ, ക്രിസ്ത്യൻ പള്ളിയുടെ ഫ്രണ്ടിൽ 2 അമ്മാമ്മമാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരും ഇതേപോലെ ഭക്ഷണം കിട്ടാണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുത്തിൽ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഒരു ഫുഡ് ഉണ്ടാക്കുന്നുള്ളൂ, വിശന്നിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെ അപ്പുറത്തുള്ള ആ അമ്മാമ്മ വിളിച്ച് മോളെ വായോ എന്ന് പറഞ്ഞിട്ട് അവരെ ഭാഷയിൽ വിളിച്ചു കേട്ടോ. അപ്പോൾ അതിനും കൊടുത്തു. ഞങ്ങൾ ഈ ചേച്ചിക്കാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഒരു പൊതിയും കൂടിയും വേണം, 2 പേരുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവസാന പൊതി കൊടുത്തു. അങ്ങനെ സന്തോഷമായി ഞങ്ങൾ തിരിച്ച് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ദിവസങ്ങളിലാണ് നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കേണ്ടത് ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലായി. അപ്പോൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല.